യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് റൂട്ട് കനാലിന്റെ കൂടെ ചില പല്ലുകളില് പോസ്റ്റ് ഇടണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാല് ചില പല്ലുകൾ അമിതമായിട്ട് കേടുവന്ന് ദ്രവിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ അമിതമായി കേടുവന്ന് ദ്രവിച്ചു പോയിട്ടുള്ള പല്ലുകളില് റൂട്ട് കനാലിന് ശേഷം നമുക്കത് ഫില്ല് ചെയ്ത് വെക്കാൻ സാധ്യമല്ല. കാരണം ഈ ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചാലും നല്ലൊരു കടി വന്നാൽ ഇത് പൊട്ടിപ്പോകും. ഇനി ഇതിന്റെ മുകളിൽ ക്യാപ്പ് ഇട്ടാൽ പോലും ഈ ക്യാപ്പ് ഉൾപ്പെടെ പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഒരുപാട് കേടുവന്ന് അതിന്റെ പുറമേയുള്ള സ്ട്രക്ചർ വളരെ വീക്കാണ് എന്നുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ പോസ്റ്റ് എന്ന് പറയുന്ന സാധനം പണ്ട് കാലഘട്ടങ്ങളിൽ സ്റ്റീൽ പോസ്റ്റ് ആയിട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ഫൈബർ പോസ്റ്റ് പറഞ്ഞ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് എന്ന് പറയുന്ന സാധനം പൂർത്തുന്നതിന് ശേഷം വേരിന്റെ അകത്തേക്ക് കടത്തി വെക്കുകയും അതിന്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് ഇരിക്കുകയും ചെയ്യും. ഈ കുറച്ച് ഭാഗം പുറത്തേക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു റീഇൻഫോഴ്സ്മെന്റ് നടക്കും. എന്ന് വെച്ചാൽ ഈ ഫില്ലിംഗ് മെറ്റീരിയൽ നന്നായിട്ട് അവിടെ പിടിച്ചിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒടിഞ്ഞു പോകാനോ കട്ടിയുള്ള കടി വന്നാലും പൊട്ടിപ്പോകാനോ ഒക്കെ ഉള്ള സാധ്യത വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ ഈ പോസ്റ്റിനെ കൊണ്ട് സാധ്യമാണ്. മറ്റൊരു കാര്യം, ഈ മുമ്പിലുള്ള പല്ലുകളാണ് നമ്മൾ റൂട്ട് കനാലിൽ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും പോസ്റ്റ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം റൂട്ട് കനാലിന്റെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള സ്ട്രക്ചർ ഒരുപാട് വീക്കാവും. അപ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാനായിട്ട് എപ്പോഴും നമ്മൾ മുമ്പിലുള്ള പല്ലുകളാണ് റൂട്ട് കനാലിൽ ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് വിസ്ഡം ടൂത്ത് സർജറി ചെയ്ത് എടുക്കേണ്ടത് എന്തിന്. ഓക്കെ.